നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ജമ്മു കാശ്മീരിൽ സമഗ്ര മാറ്റമുണ്ടായതായി പ്രദേശവാസികൾ. റോഡ്, പാലങ്ങൾ, ആശുപത്രികൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഉണ്ടായ പുരോഗതി കശ്മീർ ജനതയുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തിയതായി നാട്ടുകാർ തുറന്നു പറയുന്നു. പഹൽഗാമിൽ നിന്ന് എസ് നന്ദഗോപന്റെ റിപ്പോർട്ടിലേക്ക്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ ജമ്മു കാശ്മീരിൽ സമഗ്രമായ മാറ്റമുണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികൾ, സാധാരണക്കാർ, ഒപ്പം തന്നെ ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. എല്ലാ മേഖലകളിലും ടൂറിസം മേഖലയിൽ സമഗ്രമായ മാറ്റമുണ്ടായി. ഒപ്പം തന്നെ റോഡ്, അതേപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി എന്നുള്ളതാണ് ഈ ഇവിടുത്തെ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. भैया, नरेंद्र मोदी सरकार आने के बाद क्या क्या चेंज हो गए? मोदी साहब जाने से बहुत कुछ यहाँ चेंज हुआ है. पहले लोग हम क्या करते थे, यहाँ से जम्मू जाते थे, रोडों में हम 8-8 दिन फंस जाते थे. अब हमें टंडल मिल गई, रोड मिल गई, हर जगह में सेफ्टी मिल गई मोदी साहब की सरकार में. उसके बाद में गरीब गुरबातों को ये बाथरूम नहीं होते थे, बाथरूम दिए मोदी साहब ने. किसी गरीब के पास ज़मीन नहीं होती थी, उसको मकान बना कर दिया और 5 मरले ज़मीन दिए. उसके बाद में मोदी साहब ने क्या, बुढ़े लोगों के लिए 1000 रुपया रख दिया. बुढ़े लोगों को 60 साल से ऊपर जो होता है 1000 रुपया रख दिया. लाडली बेटी के लिए उसने स्कीम रखी. तो मोदी साहब ने यहाँ बहुत अच्छा काम किया है, गरीबों के लिए बहुत अच्छा काम किया है. हाँ, उसके बाद में यहाँ रोड हमारी अच्छी बनी, यहाँ हमारे बहुत कुछ बना. टूरिस्ट यहाँ बहुत आया, यहाँ हर जगह में टूरिस्ट के वजह से यहाँ हर एक गरीब गुरबात अच्छा बना जब से मोदी साहब यहाँ आए. तो यही मोदी साहब हमारा बहुत है, हम मोदी साहब के साथ हैं. मोदी साहब हमारा मिनिस्टर है, हम उसके साथ हैं. വലിയ മാറ്റമുണ്ടായി എന്നുള്ളതാണ് കാശ്മീരിലെ ജനത വ്യക്തമാക്കുന്നത്. റോഡ്, അതേപോലെ തന്നെ പാലങ്ങൾ, ഇതൊക്കെ തന്നെ ജമ്മു കാശ്മീരിലേക്ക് കൂടുതലായി വൃത്തിയായി എത്തിയത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെയാണെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. പെഹൽഗാമിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.